തമിഴകം നെഞ്ചു പിടയുന്നു. വളരെ ഞെട്ടിപ്പിക്കുന്ന സങ്കടപ്പെടുന്ന വാർത്തകളാണ് തമിഴ്നാട്ടിലെ കരൂരിൽ നിന്നും നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ രാത്രി മുതൽ ഇത് കണ്ട് ഞാൻ ഞെട്ടിത്തരിച്ചിരിക്കുകയാണ്. വിജയ് എന്ന് പറയുന്ന നടൻ, അദ്ദേഹം തമിഴ് ലോകത്തെ ഒരു സൂപ്പർ സ്റ്റാറാണ്. ഒരുപാട് അനുയായികളും ആരാധകരുമുള്ള ആളാണ്. അദ്ദേഹത്തിനെ ഒരു സിനിമയിലൊക്കെ ഒരു 100 പേരെയൊക്കെ ഇടിച്ചിടുന്നതൊക്കെ കാണിക്കും. അപ്പോൾ ആളുകൾ ഈ പ്രത്യേകിച്ച് തമിഴ്നാട്ടിലെ പാവപ്പെട്ടവരെന്ന് പറയുന്നവർ, അവർ ഇവരെയൊക്കെ ദൈവത്തിനെ പോലെയാണ് കാണുന്നത്. അങ്ങനെ ഒരുപാട് പേര് അവിടെ അധികാരത്തിൽ വന്നിട്ടില്ലേ. എം ജി ആർ അധികാരത്തിൽ വന്നത് എങ്ങനെയാണ്? അതുപോലെ ജയലളിത, ഇതൊക്കെ നമ്മൾ കണ്ടതാണ്. ഇവരൊക്കെ സിനിമ രംഗത്തെ സൂപ്പർ സ്റ്റാറുകളായിട്ട് വന്നവരാണ്. അവിടെ ഇപ്പോൾ വിജയ് ഒരു പാർട്ടി രൂപീകരിക്കാൻ തീരുമാനിച്ചു, TVK, അതായത് തമിഴക വെട്രി ഘടകം എന്നുള്ള കഴകം എന്നുള്ള രീതിയിൽ, അതായത് തമിഴക വെട്രി കഴകം എന്ന പേരിൽ ഒരു രാഷ്ട്രീയ പാർട്ടി അദ്ദേഹം രൂപീകരിച്ചു. അദ്ദേഹം സംസ്ഥാന പര്യടനം ആരംഭിക്കുകയും ചെയ്തു. അദ്ദേഹം ചെല്ലുന്നിടത്തൊക്കെ ഈ വിജയ്ക്ക് വെളിയിലൊന്നും ഇറങ്ങാൻ ഒക്കത്തില്ല. കാരണം അത്രത്തോളം ആരാധക വൃന്ദങ്ങളുള്ള ആളാണ്. അദ്ദേഹം ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടെ അതുപോലുള്ള അത്ര വലിയ തിരക്കാണ് അവിടെ മുഴുവൻ. ആ രീതിയിലാവും, ആൾക്കൂട്ടം അങ്ങനെയാണ്. അദ്ദേഹത്തിന് ഇന്നലെ ഉള്ള പര്യടനം എന്ന് പറയുന്നത്, ഒരു റാലി തീരുമാനിച്ചത്, അതിൻ്റെ വേദി കരൂരായിരുന്നു. അപ്പോൾ വിജയുടെ ഈ പാർട്ടി അവിടുത്തെ ഘടകം അവർ പോലീസിന് അപേക്ഷ കൊടുത്തത് ഈ കരൂർ റൗണ്ട് എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്, അവിടെ ഇത് നടത്തണം എന്നുള്ളതായിരുന്നു. അപ്പോൾ അതിനുള്ള സൗകര്യം അവിടെ ഇല്ല എന്നും പറഞ്ഞ് പോലീസ് അത് ഡിനൈ ചെയ്തു. തൊട്ടടുത്തുള്ള വിശാലമായ ഒരു മാർക്കറ്റ് പ്ലേസ് ഉണ്ട്. അതായത് വളരെ വീതി കൂടിയ റോഡാണ്. അതിൻ്റെ സൈഡിൽ വളരെ വീതിയുള്ള സ്ഥലത്ത് ആളുകൾ കച്ചവടമൊക്കെ ചെയ്യും. പകൽ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് അവിടെ കച്ചവടമൊന്നുമില്ല. അവിടെ വളരെ വിശാലമായ സ്ഥലമാണ്, ധാരാളം ആളുകളെ ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു സ്ഥലവുമാണ്. ആ മാർക്കറ്റ് പ്ലേസ് വേണമെന്ന് പറഞ്ഞപ്പോൾ അതും പോലീസ് നിരാകരിച്ചു. എന്നിട്ട് പോലീസ് ഒരു ഇടുങ്ങിയ ഭാഗം കൊടുക്കുന്നു. അതാണ് നമ്മളിതിൽ സംശയിക്കേണ്ടത്. പോലീസിൻ്റെ ഭാഗത്തു നിന്നുള്ള യഥാർത്ഥത്തിൽ മനഃപൂർവമായ ഒരു പ്രശ്നമായിട്ട് പറയാവുന്ന ഒരു കാര്യം അതാണ്. ദിണ്ടുകൽ റോഡിൽ ഈ കരൂര് ഒരു ഇടുങ്ങിയ ഭാഗമാണ് അദ്ദേഹത്തിന് ഇതിന് കൊടുത്തത്. വിജയ് ഈ പര്യടനത്തിന് വന്നത് അതായത് 2 മണിക്ക് തീരുമാനിച്ചിരുന്ന, 2 മണിക്കോ 12 മണിക്കോ എങ്ങാണ്ട് തീരുമാനിച്ചിരുന്ന മീറ്റിംഗാണ്. അപ്പോൾ അത് മുതൽ രാവിലെ മുതൽ ആരാധകർ വന്ന്, സ്ത്രീകളും കുഞ്ഞുങ്ങളും ഒക്കെയാണ്, ലക്ഷങ്ങളാണ് അവിടെ. അത് അവർ വന്ന് ഭക്ഷണമില്ല, വെള്ളമില്ല, ഇല്ലാതെ പൊരി വെയിലത്ത് അവരങ്ങനെ കാത്തു നിൽക്കുകയാണ്. ഈ ദൈവത്തിനെ കാണണ്ടേ, എന്നാലല്ലേ അവർക്ക് പോകാൻ പറ്റുള്ളൂ. അടുത്ത് കാണുകയും ചെയ്യാമല്ലോ, നേരിട്ട് കാണാം. സിനിമയിലൊക്കെ അല്ലേ സാധാരണ കാണുന്നത്. അപ്രപാളികളിൽ കാണുന്നതിലും നല്ലത് നേരിട്ടങ്ങ് കാണുന്നത്. വളരെ വളരെ അത്രത്തോളം ജീവിതത്തിലെ ഏറ്റവും വലിയൊരു പുണ്യകർമ്മമായിട്ടാണ് അവർ കണക്കാക്കുന്നത്. അങ്ങനെ വിജയുടെ വാഹനം അവിടെ എത്തിയത് ഈ ഇത്രയും ഇടുങ്ങിയ നിൽക്കുന്ന റോഡിൽ, വളരെ ചെറിയ റോഡ്, അതിൽ ഇങ്ങനെ തിങ്ങി നിറഞ്ഞ് പൂഴി വാരിയിട്ടാൽ നിലത്ത് വീഴാത്ത വിധത്തിൽ ആളുകൾ തിങ്ങി നിൽക്കുന്നതിനിടയിലൂടെ വിജയുടെ മുമ്പിൽ ഏതാണ്ട് ഒരു 6 ഇന്നോവ കാറുകൾ വന്നു. അദ്ദേഹത്തിൻ്റെ കോൺവോയാണ്. അത് കഴിഞ്ഞ് വിജയുടെ വാഹനം വന്നു, കാരവൻ. അദ്ദേഹം കാരവൻ്റെ മുകളിൽ കയറി നിന്ന് അവിടെ നാട്ടുകാരോട് അവിടെ പ്രസംഗം തുടങ്ങി. അപ്പോഴത്തേക്ക് ഈ വിജയ് വന്നതോടുകൂടി തന്നെ ആളുകൾ തിക്കും തിരക്കും കൂട്ടി ഈ വണ്ടിയുടെ അടുത്തേക്ക്, വാഹനത്തിൻ്റെ അടുത്തേക്ക് വരാനായിട്ട് ഒരുപാട് ശ്രമിച്ചു കഴിഞ്ഞപ്പോൾ അത് വിജയ് നോക്കുമ്പോൾ ഒരു സ്ത്രീ അവിടെ കുഴഞ്ഞു വീഴുന്നു അതിനകത്ത്. കാരണം ഇത്രയും നേരമായിട്ട് നിൽക്കുകയാണ് കേട്ടോ, ഭക്ഷണവും വെള്ളമൊന്നും ഇല്ലാതെ നിൽക്കല്ലേ. അപ്പോൾ ആ വാഹനത്തിൻ്റെ മുകളിൽ നിന്ന് വിജയ് ഈ വെള്ളക്കുപ്പികളുണ്ടല്ലോ, വാട്ടർ ബോട്ടിൽ എടുത്ത് എറിഞ്ഞു കൊടുത്തു അവർക്ക്. ഈ കുപ്പി വെള്ളം എറിഞ്ഞു കൊടുക്കുകയാണ്. ഈ വിജയുടെ കൈതൊട്ട കുപ്പിവെള്ളം എന്ന് പറയുന്നത് പുണ്യ തീർത്ഥം പോലാണ്. അതുകൊണ്ട് ഇത് വാങ്ങാനായിട്ട് ആളുകൾ വീണ്ടും തിക്കും തിരക്കും അങ്ങ് കൂട്ടി. അപ്പോൾ ഇത് ഒരുപാട് വെള്ളമൊക്കെ എടുത്തു കൊടുത്തു. അത് അദ്ദേഹത്തിന് നല്ല മനസ്സുകൊണ്ട് കൊടുത്തതാണ്, ആളുകൾ വെള്ളം കുടിച്ചോട്ടെ എന്ന് വിചാരിച്ച് കൊടുത്തതാണ്. ഇത് അദ്ദേഹം അവിടെ എത്തിയത് ഈ പറയുന്ന
2 മണിക്കുള്ള മീറ്റിങ്ങിന് എത്തിയത് എപ്പോഴാണെന്നറിയോ? 7 മണിക്കാണ്. കാര്യം അത് കുറ്റം പറഞ്ഞുകൊണ്ട് കാര്യമില്ല. അവിടെ നിന്ന് ഇറങ്ങിയ ആ റോഡ് മുഴുവൻ ബ്ലോക്കാണ്. നാമക്കലിലെ ഒരു പ്രോഗ്രാമും കഴിഞ്ഞാണ് അവിടേക്ക് വരുന്നത്. അപ്പോഴേക്ക് 7 മണിയായി. ഇത് മാത്രം തിക്കും തിരക്കും കൂടിയപ്പോൾ പറയപ്പെടുന്നത് പോലീസ് ആൾക്കൂട്ടത്തെ നിയന്ത്രിക്കാനായിട്ട് ലാത്തി വീശിയിട്ടുണ്ടെന്ന് പറയുന്നു. ഇതെല്ലാം കൂടെ ആയപ്പോഴത്തേക്ക് അവിടെ തിക്കും തിരക്കും അങ്ങ് വളരെ വർദ്ധിച്ചു. ആരെങ്കിലുമൊക്കെ മറിഞ്ഞ് വീണ് കഴിഞ്ഞാൽ ഉള്ള കുഴപ്പം എന്തറിയോ? അവരുടെ മേളിൽ ചവിട്ടി വീണ്ടും ആളുകൾ വീഴും. അവരെല്ലാം ചവിട്ടി മെതിച്ചുകൊണ്ട് ആളുകൾ കയറും. ഈ രീതിയിൽ ചവിട്ടേറ്റാണ് ഒരുപാട് പേര് മരണപ്പെട്ടത് കേട്ടോ, കൊല്ലപ്പെട്ടത് എന്ന് തന്നെ നമുക്ക് പറയണം. അത് 39 പേരാണ് ഇതുവരെ ഇതിൽ മരണപ്പെട്ടത്. ഇനി മരണസംഖ്യ വീണ്ടും ഉയരുമെന്ന് പറയുന്നു. ഏതാണ്ട് 116 പേരോളം ആശുപത്രിയിൽ കഴിയുന്നുണ്ട്. അപ്പോൾ ഇതിനകത്തൊക്കെ രാഷ്ട്രീയമാണ് എല്ലാ കക്ഷികളും കാണുന്നത്, അല്ലാതെ ഈ മരണസംഖ്യയൊന്നും നോക്കിയല്ല കാണുന്നത്. ഇത് യഥാർത്ഥത്തിൽ വിജയ് ഇതിന് കുറ്റം പറയാൻ പറ്റില്ല, കുറ്റം പറയാതിരിക്കാൻ പറ്റത്തില്ല. കാരണം 10,000 പേരോളം പങ്കെടുക്കും പാർട്ടിസിപ്പേറ്റ് ചെയ്യും എന്ന് പറഞ്ഞാണ് പോലീസിൽ നിന്ന് അനുവാദം വാങ്ങിയത്. പക്ഷേ അവിടെ വന്നത് ലക്ഷങ്ങളാണ്. അതാണ് പ്രശ്നം. അപ്പോൾ പോലീസ് ഇത് നിയന്ത്രിക്കാൻ പറ്റാതെ പോയതിന് പോലീസിൻ്റെ ഭാഗത്ത് ഗുരുതരമായ വീഴ്ചയുണ്ട്, ഒരു സംശയവും വേണ്ട. പിന്നെ അത് മാത്രമല്ല, ഇതേപോലെ വിജയ് വരുമ്പോൾ അവിടെ അതിന് പോലീസ് പറയുന്ന ന്യായം എന്താണെന്നറിയോ? ഈ കൊടുത്ത ദിണ്ടുക്കൽ റോഡിലെ ഈ ഭാഗമാണ് AIADMKയുടെ നമ്മുടെ നേരത്തെ ഉണ്ടായിരുന്ന മുഖ്യമന്ത്രി ഉണ്ടല്ലോ, അദ്ദേഹത്തിന് മീറ്റിങ്ങിന് കൊടുത്തതെന്ന്. അവരൊക്കെ വരുന്നതും വിജയ് വരുന്നതുമായിട്ട് എന്തെങ്കിലും ഒരു സാമ്യമുണ്ടോ, താരതമ്യമുണ്ടോ? അവർ വന്നാൽ അവർക്കൊന്നും ആളൊന്നുമില്ല. ഇത് നേരെ മറിച്ച് വിജയ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ അവർ നെഞ്ചേറ്റിക്കൊണ്ട് നടക്കുന്ന ആളാണ്. അപ്പോൾ നെഞ്ചിലേറ്റിക്കൊണ്ട് നടക്കുന്നവരാണ് ആളുകൾ. അത് അത്രയും തടിച്ചു കൂടും. അത് പോലീസിനെ അറിയാൻ വയ്യ എന്നൊന്നും പറയാൻ ഒക്കത്തില്ലല്ലോ. കാരണം നേരത്തെയുള്ള 2 ദിവസങ്ങളിലെ മീറ്റിങ്ങുകളിൽ ഉണ്ടായ പ്രശ്നങ്ങൾ മദ്രാസ് ഹൈക്കോടതി തന്നെ അത് നോട്ട് ചെയ്തിട്ട് പറഞ്ഞിരുന്നു, ഇത് എന്തെങ്കിലും ഇതിൽ പറ്റിയാൽ ആരാ ഇതിന് ഉത്തരവാദിത്വം, ഇങ്ങനെ ചെയ്യുന്നത് ശരിയാണോ എന്നുള്ള രീതിയിൽ മദ്രാസ് ഹൈക്കോടതി ഇതിനെ വിമർശിച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ വന്നപ്പോൾ വിജയ് അത് പഠിക്കണമായിരുന്നു. പഠിക്കാതിരുന്നത് തെറ്റ്. അതിൻ്റെ കാര്യമെന്ന് പറഞ്ഞാൽ നമ്മൾ നോക്കി വിജയുടെ പരിചയക്കുറവാണ്. അയാൾ ഒരു രാഷ്ട്രീയക്കാരനൊന്നും അല്ല, അയാൾ ഒരു നല്ല അഭിനേതാവാണ്. അയാൾ സിനിമയിൽ ഇതുപോലെ 100 പേരെ ഇടിച്ചിടുമെന്ന് പറഞ്ഞിട്ട് റോഡിൽ ഇറങ്ങി അയാൾക്ക് നിന്ന് ഇടിച്ചിടാനുള്ള ശേഷിയുണ്ടോ? മാത്രമല്ല, റോഡിൽ ഇറങ്ങി ഇത് കൺട്രോൾ ചെയ്യാനും ഈ സിറ്റുവേഷൻ എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്നുള്ളതൊന്നും ഇയാൾക്കറിയില്ല. ഇയാളുടെ പുതിയ പാർട്ടിയല്ലേ, അവർ പഠിച്ചു വരുന്നതേ ഉള്ളൂ, തുടങ്ങിയതല്ലേ ഉള്ളവർ. അപ്പോൾ അതുകൊണ്ട് ഒന്നും നമുക്ക് പറയാൻ ഒക്കത്തില്ല. ഏതായാലും വിജയ് ഇപ്പോൾ പര്യടനം നിർത്തി വച്ചിട്ടുണ്ട്. ഇതേപോലെ ഈ ആൾ ദൈവങ്ങളെന്നൊക്കെ പറയുന്ന ആളുകൾക്ക് വേണ്ടി കൂടി ഈ മരണസംഖ്യ ഉയരുന്നതും നാട്ടുകാരെ കൊല്ലപ്പെടുന്നതും ഒക്കെ നമ്മൾ ഒരുപാട് കണ്ടിട്ടുള്ളതാണ് ഇന്ത്യയിലെ ആകമാനം. ഇപ്പോൾ ഈ കഴിഞ്ഞ വർഷമാണ് അവിടെ ഹത്രാസിൽ, UPയിലെ ഹത്രാസ്, അവിടെ ഒരു സ്വയം പ്രഖ്യാപിത ആൾ ദൈവം ഭോലെ ബാബ എന്ന് പറയുന്ന ഒരാളുണ്ട്. അയാൾ ഒരു സമ്മേളനം വന്നു കേട്ടോ. വന്നതിന് അന്ന് അവിടെ കൊല്ലപ്പെട്ട എത്ര പേരാണെന്നറിയോ? തിക്കിലും തിരക്കിലും പെട്ട് 116 പേരാണ് അവരുടെ ജീവൻ ഹോമിക്കുന്നത്. ഇത് ആളുകൾ തന്നെ ഒന്ന് തിരിച്ചറിയണം. ഇത് നമ്മുടെ ജീവൻ കളഞ്ഞിട്ട് പോയി ഈ ആരാധനാപാത്രങ്ങളെ കാണേണ്ടതായിട്ടുണ്ടോ? ഇതുപോലെ ഈ സ്വയം പ്രഖ്യാപിത ആൾ ദൈവങ്ങളൊക്കെ ഒരുപാട് പേര് ഇതുപോലെ കൂടി വലിയ വലിയ കുഴപ്പങ്ങൾ വന്നിട്ടുണ്ട്, ആളുകളെ കൂട്ടി. അപ്പോൾ അത് യഥാർത്ഥത്തിൽ ഇതൊക്കെ നിരോധിക്കേണ്ടതാണ്. ഇതൊന്നും വേണ്ട. അവരെയൊക്കെ ജന്മദിനം ആഘോഷിക്കുക, അവർക്ക് അങ്ങനെ വേണം ഇങ്ങനെ വേണം ചെയ്യുക. ഇതൊക്കെ ഈ രീതിയിൽ ആളുകൾ, ഈ നാട്ടുകാരെ അവരെ ജീവൻ ഹോമിക്കാനായിട്ട് ചെല്ലും. ആനന്ദ് എന്ന് പറയുന്ന ഒരു ബിരിയാണി കട നടത്തിയിരുന്ന ഒരു സഹോദരൻ കരൂരിൽ, അയാളുടെ ഭാര്യ 29 വയസ്സുകാരിയാണ്. 9 വയസ്സും 6 വയസ്സും പ്രായം വീതമുള്ള 2 മക്കൾ. ഇവരുമായിട്ടാണ് ഇയാൾ വിജയെ കാണാൻ പോയത്. അതിൽ അയാളുടെ സഹധർമ്മിണിയും കൊല്ലപ്പെട്ടു. അതുപോലെ തന്നെ ആ 2 കുഞ്ഞുങ്ങളും, ആ പിഞ്ചു കുഞ്ഞുങ്ങളും കൊല്ലപ്പെടുകയാണ്. അവരെ 3 പേരുടെയും ശവസംസ്കാരം കാണാൻ ഇടയായി. വളരെ ദുഃഖമുണ്ട്. അവിടെ ആളുകൾ വാവിട്ട് കരയുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനുണ്ടായത്. അപ്പോൾ ഇതൊക്കെ വേണോ? ഇനി മേലാലെങ്കിലും ഇതുപോലെ ആൾ ദൈവങ്ങൾക്കും അതുപോലെ തന്നെ ആരാധനാപാത്രങ്ങൾക്കും
ഇതുപോലുള്ള പ്രാധാന്യം കൊടുത്ത് അവരെ കാണാൻ പോയി ജീവിതം ഹോമിക്കണോ എന്ന് ജനങ്ങൾ ചിന്തിക്കണം.